ഇപ്പം നിങ്ങൾ ഈ ട്രാഫിക് കണ്ടില്ലേ, ഇതാണ് ഹെസ്സ സ്ട്രീറ്റിലെ ട്രാഫിക്. ഇപ്പം JVCയിൽ അർജാനിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടുത്തെ ട്രാഫിക് എന്താണെന്നുള്ളത്. ഈ 2 റോഡിനും നല്ല ട്രാഫിക്കാണ്. അതുപോലെ തന്നെ ബിൽ ബോർഡ്സുകാർ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡും ബിൽ ബോർഡാണ്. ഇൻഷുറൻസിൻ്റെ ആയാലും ഒരുപാട് ഇതിൻ്റെ ബിൽ ബോർഡൊക്കെയാണ്. അപ്പം ഈ ട്രാഫിക്കിനെ അവർ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി എന്താ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാഫിക്ക് ഇനി കുറച്ച് ആളുടെ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹെസ്സ സ്ട്രീറ്റ് വൈഡനിങ്, ആ വൈഡനിങ് ആയിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഖേൽ റോഡിൽ നിന്ന് ഒരു റോഡ് നേരെ JVCയിലോട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. സോ മെയിൻലി എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 2 റോഡ് എക്സിറ്റിലോട്ട് ചെന്ന് കയറുന്നതുകൊണ്ട് ആ എക്സിറ്റ് ആണ് എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നത്. ആ എക്സിറ്റ് ആദ്യമേ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 റോഡ് എന്നുള്ളത് പിന്നെ 4 റോഡിലോട്ടായി മാറും. അപ്പൊ ഇങ്ങനെയാണ് ദുബായ് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഇനി ഇതെങ്ങനെ ദുബായ് റിയൽ എസ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ലീഡ് ചെയ്യുന്നത് JVC, അർജാൻ, മോട്ടോർ സിറ്റി, ദമാക് ഹിൽസ്, തിലാൽ ഗാഫ് ഈ ഏരിയാസിലാണ്. ഈ ഏരിയാസിലെ പ്രൈസസ് ഇനിയിപ്പോൾ സ്കൈ റോക്കറ്റ് ആണ്. അതുപോലെ തന്നെ റെന്റലും നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കൂടുകയും ചെയ്യും. കാര്യം ഇവിടുത്തെ ട്രാഫിക് ഈസായി കഴിയാണ്. പറയാനുള്ള കാര്യം, നിങ്ങൾ റൈറ്റ് കൺസൾട്ടന്റുമായിട്ട് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ചൂസ് ചെയ്യുന്നത് റൈറ്റ് കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യും.